വചനം 41. വാക്കർത്ഥം. ഇന്നൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർ, ഭയഭക്തന്മാർ, ഫീ ളിലാലിൻ, ചില നിഴലുകളിലായിരിക്കും, തണലുകളിലായിരിക്കും, വഉയൂൻ, ഉറവു ജലങ്ങളിലും അരുവികളിലും. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർ ചില മഹത്തായ തണലുകളിലും ഉറവു ജലങ്ങളിലുമായിരിക്കും. വചനം 42. വാക്കർത്ഥം. വഫവാക്കിഹ, പഴവർഗ്ഗങ്ങളിലും, മിമ്മ, യാതൊരു തരത്തിലുള്ള, യഷ്തഹൂൻ, അവർ ഇച്ഛിക്കുന്ന, ആശിക്കുന്ന. വഫവാക്കിഹ മിമ്മാ യഷ്തഹൂൻ, അവർ ഇച്ഛിക്കുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങളിലുമായിരിക്കും കഴിഞ്ഞുകൂടുക. വചനം 43. വാക്കർത്ഥം. കുലൂ, നിങ്ങൾ തിന്നുവീൻ, വഷ്റബൂ, കുടിക്കുകയും ചെയ്യുവീൻ, ഹനീഅൻ, മംഗളമായിട്ട്, ആനന്ദത്തോടെ, ബിമാ കുന്തും, നിങ്ങളായിരുന്നതു നിമിത്തം, തഅമലൂൻ, പ്രവർത്തിക്കും. കുലൂ വഷ്റബൂ ഹനീഅൻ ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിമിത്തം നിങ്ങൾ മംഗളമായി തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ എന്ന് പറയപ്പെടും. വചനം 44. വാക്കർത്ഥം. ഇന്ന കദാലിക, നിശ്ചയമായും നാം അപ്രകാരം, നജ്സി, നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദവാന്മാർക്ക്, നന്മ ചെയ്യുന്നവർക്ക്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിശ്ചയമായും അപ്രകാരമത്രേ നാം സുഹൃദവാന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. വചനം 45. വാക്കർത്ഥം. വൈലുൻ, മഹാനാശം, കഷ്ടം, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കായിരിക്കും. അടുത്ത വചനത്തിൽ അല്ലാഹു അവിശ്വാസികളെ ശക്തമായി താക്കീത് ചെയ്യുന്നു. വചനം 46. വാക്കർത്ഥം. കുലൂ, തിന്നുകൊള്ളുവീൻ, വതമത്തഉ, സുഖം അനുഭവം എടുക്കുകയും ചെയ്യുവീൻ, ഖലീലൻ, അല്പം, കുറച്ച്, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മുജ്രിമൂൻ, കുറ്റവാളികളാകുന്നു. കുലൂ വതമത്തഉ ഖലീലൻ ഇന്നകും മുജ്രിമൂൻ, നിങ്ങൾ അല്പം കാലം തിന്നുകയും സുഖമനുഭവിക്കുകയും ചെയ്തുകൊള്ളുക, നിശ്ചയമായും നിങ്ങൾ കുറ്റവാളികളാകുന്നു. വചനം 47. വാക്കർത്ഥം. വൈലുൻ, മഹാനാശം, കഷ്ടം, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അന്നത്തെ ദിവസം മഹാനാശം വ്യാജമാക്കുന്നവർക്കാകുന്നു. 41 മുതൽ 47 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഓരോരുത്തനും നിശ്ചയിക്കപ്പെട്ട തുച്ഛമായ ആയുഷ്കാലം തീരുന്നതുവരെ നിങ്ങൾക്കിവിടെ യഥേഷ്ടം വിഹരിക്കാം. പക്ഷേ നിങ്ങളുടെ ഭാവി ഭയാനകമാണെന്ന് ഓർത്തുകൊള്ളുക എന്ന് സാരം. ഇവർ ഇത്രയും കടുത്ത പാപികളായി തീരുവാൻ കാരണം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് താഴ്മ കാണിക്കുവാനും അവൻ്റെ മുമ്പിൽ
കുമ്പിട്ട് നമസ്കാരം ചെയ്യാനും അവർ വിസമ്മതിച്ചതാണെന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു.